ഓ അവിടെ നിപ്പുണ്ടല്ലേ പരാതിപ്പെട്ടിയായിട്ട് എന്നത്തേങ്ങനൊക്കെ പതിവ് പോലെ. രാവിലെ മുതൽ നമ്മൾ പോയത് കാത്തു നിൽക്കുകയല്ലേ കഷ്ടം. എന്നും ഇത് തന്നെ സ്വഭാവം. ഇത് തന്നെ ഒരു ലഗ്നപ്പിഴയാ വീട്ടില്. എന്നാ ചൂടാ, ഭയങ്കര ചൂട്. അമ്മ എന്താ നോക്കി നിൽക്കുന്നേ? ഒന്നും കഴിച്ചില്ലെന്ന് തോന്നില്ല കണ്ടിട്ട്. എന്താ ഒരു തളർച്ച? ഒന്നും കഴിച്ചില്ല മോനെ. നിങ്ങൾ കഴിച്ചോ? ഞങ്ങള് കഴിച്ചമ്മ. ഞാൻ വിചാരിച്ചു എനിക്കും കൂടെ എന്തെങ്കിലും മേടിച്ചോണ്ട് വരും. നീ ഒന്നും വെച്ചില്ലായിരുന്നു അവിടെ? ഞാൻ രാവിലെ ഈ കൈ മുറിഞ്ഞോണ്ട് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ എപ്പോഴാണ് ആഹാരമൊക്കെ റെഡിയാക്കി. നമ്മൾ കഴിച്ചപ്പോ പിന്നെ എന്താ നീ എന്നെ ഓർമ്മിപ്പിക്കാഞ്ഞ് അമ്മയുടെ കാര്യം? അടുക്കള എടുത്തോണ്ടൊന്നും അല്ലല്ലോ പോയത്. ഇവിടെ എല്ലാ സാധനങ്ങളും ഇരിപ്പുണ്ട്. കഴിക്കാണെങ്കിൽ ഒരു തകരാറും ഇല്ല. സ്വന്തമായിട്ട് എന്തെങ്കിലും ഒന്ന് ഉണ്ടാക്കി കഴിച്ചൂടെ? ഈ അമ്മ ഇങ്ങനെ വഷളാക്കുന്നത് ഏട്ടൻ തന്നെ. മോളെ കവറിങ്ങ അമ്മയ്ക്ക് കൊടുക്കട്ടെ തൽക്കാലം. ഞാൻ എന്റെ ചായക്ക് കഴിക്കാൻ മേടിച്ചതാ, വേണമെങ്കിൽ വേറെ വാങ്ങിച്ചു. എന്താ പറയാനാ, അമ്മയ്ക്കല്ലായിരുന്ന നിർബന്ധം. ഏതെങ്കിലും പാവം പിടിച്ച വീട്ടിലെ പെണ്ണിനെ മതി, അത് നോക്കിക്കോളാം. അഹങ്കാരം കണ്ടില്ലേ? എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ തന്നെ പൊക്കിയെടുത്തോണ്ട് ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും. പിന്നെ അമ്മ പറഞ്ഞിട്ടുണ്ടല്ലോ, പെണ്ണുങ്ങളെ അടിക്കുന്നത് പട്ടിയെ അടിക്കുന്നതിന് തുല്യമാണെന്ന്. ഇതിങ്ങനെ അമ്മയും മോനും കൂടി ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ പിന്നെ അമ്മയ്ക്ക് മോനും ഒന്ന് ഇരുന്നാ പോരായിരുന്നു. എന്നെ എന്തിനു കെട്ടിവലിച്ച് ഇതിന്റെ ഇടയിലോട്ട് കൊണ്ടുവന്നത്? ഒരു സമാധാനം തരാത്ത ഒരമ്മ, എല്ലാത്തിനും കൂട്ടിയിരിക്കുന്ന ഒരു മോന്. ഓഹ്, കഷ്ടം തന്നെ എന്റെ ജീവിതം. അമ്മയ്ക്ക് ഞാൻ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. ഞാൻ മറന്നുപോയി, അവൾ ഓർമ്മിപ്പിച്ചില്ല. അതുകൊണ്ടല്ലേ വിശന്നിരിക്കാന്നുള്ള എന്തെങ്കിലും ഉണ്ടാക്കി വെച്ചിട്ടായിരിക്കും വന്നതെന്നാ വിചാരിച്ചു. എന്തെങ്കിലും കഴിച്ചു കാണുമെന്ന് വിചാരിച്ചു. വിഷമിക്കണ്ട, ഞാൻ കടയിൽ നിന്ന് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം. എനിക്കൊന്നോ കടയിൽ പോയൊന്നും മേടിക്കണ്ട. ഈ പേര് മോൻ ഇറങ്ങി പോകണ്ട. എന്നാ ഒരു കാര്യം ചെയ്യ്, അമ്മയുടെ വെയിറ്റ് ചെയ്യ്. ഞാൻ അടുക്കളയിൽ നിന്ന് എന്തെങ്കിലും ദോശ എന്തെങ്കിലും ഉണ്ടാക്കിക്കൊണ്ടേ. പെണ്ണിക്ക് വാ. ശകലം വെള്ളം കുടിക്കാതെ. ഇത്ര നേരം വിശന്നിരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നോ? ഞാൻ വരത്തരാം, കഴിച്ചു. അമ്മയ്ക്ക് എന്നോട് ദേഷ്യമൊന്നും തോന്നില്ല. അവളെ കൊണ്ട് കളയാൻ പറ്റുമോ അതുമില്ല, അമ്മയെ കളയാൻ പറ്റുമോ അതുമില്ല. അവൾക്ക് വേറെ ആരും കൂടപ്പിറപ്പോ മറ്റു കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ആ രീതി ചിന്തിക്കാനും പറ്റത്തില്ല. അത് മാത്രമല്ല, ഇപ്പോഴത്തെ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാമല്ലോ അമ്മയ്ക്ക്, നമ്മൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ അവളൊരു കംപ്ലൈൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഞാനും അമ്മയെല്ലാം അകത്ത് പോകേണ്ടി വരും. ഈ വയസ്സാം കാലത്ത് എനിക്ക് അമ്മയെ അകത്താക്കാൻ പറ്റുമോ, ഞാൻ അകത്ത് കിടക്കാൻ പറ്റുമോ? അപ്പോൾ അത് നമ്മളെ നിയമത്തെ പേടിച്ചല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് എനിക്ക് അമ്മയും വേണം, അവളും വേണം. അപ്പോൾ അതുകൊണ്ട് അമ്മ എന്നോട് ക്ഷമിക്കണം. എനിക്ക് മോൻ്റെ അടുത്ത് ഒരു വിരോധവും ഇല്ല. കാരണം മോൻ്റെ അച്ഛൻ മരിച്ചിട്ട് ഞാൻ എന്തുമാത്രം കഷ്ടപ്പെട്ട മോനെ വളർത്തിയത്. എനിക്ക് അതൊക്കെ ഓർക്കുമ്പോൾ തന്നെ എനിക്ക് ഭയങ്കര വിഷമമാണ്. മിണ്ടത്തില്ല, എൻ്റെ ആ കുട്ടിൻ്റെ അടുത്ത് ഞാൻ ഒരു പകയെ മിണ്ടത്തില്ല. ഞാൻ എല്ലാം ക്ഷമിച്ച് സഹിച്ച മോനെ ഞാനിവിടെ. അമ്മ എനിക്ക് ജീവനുള്ളിടത്തോളം കാലം ഞാൻ എൻ്റെ അമ്മയെ നോക്കും. അത് അമ്മയ്ക്ക് അറിയാമല്ലോ. എനിക്കതറിയാം മോനെ. മോനെ, എൻ്റെ കണ്ണടയുന്നത് വരെ നിങ്ങൾ സന്തോഷമായിട്ട് ജീവിക്കുന്ന കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് എന്ത് വന്നാലും എന്നെ നിങ്ങൾ നോക്കണ്ട. നിങ്ങൾ തമ്മിലുള്ള ജീവിതം എങ്ങനെയാണെന്ന് വെച്ചാൽ നല്ലതുപോലെ ജീവിച്ചാൽ മതി. എൻ്റെ സന്തോഷം നിങ്ങൾ അറിയണ്ട. മോൻ എന്നെ നോക്കുമെന്ന് എനിക്കറിയാം. ഞാൻ ആ സന്തോഷത്തിൽ, എൻ്റെ മോൻ എന്നെ നോക്കുന്നുള്ള സന്തോഷത്തിൽ, ആ വിശ്വാസത്തിൽ ഞാൻ ജീവിച്ചോളാം. ഇതായിരുന്നു ഇവിടെ നടക്കുന്നത്. പിന്നെ എങ്ങനെ ഈ അമ്മ വഷളാവാതിരിക്കും? പാരി കോരി കൊടുക്കാനായിട്ടുള്ള ആൾക്കാരുണ്ട്. ഓരോ വീട്ടിലെ അമ്മായിയമ്മ പോരുണ്ടാവുന്നത് ഇതുകൊണ്ടാ. ഇങ്ങനെയുള്ള ആമക്കൾ ഇങ്ങനെ കോരി കൊടുക്കാനിരുന്നു കഴിഞ്ഞാൽ മരുമക്കൾക്ക് ഒരു വില അവിടെ കാണത്തില്ല. ഇതാണ് അമ്മായിയമ്മ പോര്. അവർക്കൊരു കുഞ്ഞാവട്ടെ, എങ്ങനെയായിട്ട് വേദനയും വിഷമമൊക്കെ മനസ്സിലാക്കും.